പറയുന്ന ഒരു ഒട്ടകമുണ്ടായിരുന്നു. പടച്ചവനെ, മുത്തുനബി വഫാത്തായെന്ന് കേട്ടപ്പോ പിന്നെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടെന്ന് പട്ടിണി കിടന്ന് മരിച്ചുപോയെന്ന് ചരിത്രം പറയുകയാ. മൃഗങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്. പടച്ചവനെ, സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു വിളിച്ചുകൊണ്ട് പ്രയാസത്തിന്റെ നടുവിലിരിക്കുകയാണ്. ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നൊരു മനുഷ്യനും അറിയില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. നേരെ മസ്ജിദ് നബവിയുടെ മിഹ്റാബിലേക്ക് കയറി. അല്ലാഹുവേ, പള്ളിക്കകത്ത് ചെന്ന് മിഹ്റാബിന്റെ മുകളിൽ കയറി. സ്വഹാബത്ത് മുഴുവനും പള്ളിയുടെ നാലു ഭാഗത്തും തളർന്നു കിടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ ഇടത് കൈ ഇങ്ങനെ പുറകിൽ കെട്ടിയിട്ട് വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമറേ ഇരിക്കുമറേ, ഉമറേ ഇരിക്കുമറേ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുമ്പോ ഉമർ തങ്ങൾ കേൾക്കുന്നില്ല. രണ്ടാമതും പറഞ്ഞു, ഉമറേ ഇരിക്കുമറേ. എന്നിട്ടും കേൾക്കാതെ വന്നപ്പോ മൂന്നാമത് അവിടെ നിന്ന് പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞു, ഇരിക്കുമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആനിൽ 2 ആയത്താണ് ഓതിയത്. പള്ളിയുടെ മിഹ്റാബിൽ കയറി നിന്നു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഹംദും